ടീച്ചർ ഇപ്പോൾ പ്രചാരണത്തിനിടയിലാണ്. അതെ, പ്രചാരണം ടീച്ചറാണ് ആദ്യം തുടങ്ങിയത്. അതെ. ഇപ്പോൾ എതിരാളികൾ എന്ന് പറഞ്ഞപ്പോൾ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുരളീധരനാണെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഷാഫി ലാൻഡ് ചെയ്തു. എതിരാളികൾ മാറുന്ന ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്നുണ്ടോ ഈ ഇത്രയും ദിവസമുള്ള പ്രചാരണത്തിൽ? ടീച്ചറുടെ ഒരു അനുഭവം എങ്ങനെയാണ്? ഇല്ല, തുടക്കം മുതലേ എന്നോട് പലരും ചോദിച്ച ചോദ്യം നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എതിരാളികൾ ആരാൻ ചിന്തിക്കുന്നില്ല. ആ സ്ഥാനത്ത് ആരോ വരട്ടെ. ഇനിയിപ്പോൾ ഷാഫി മാറി പുതിയ ഒരാളെ കൊണ്ടുവന്നാലും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊളിറ്റിക്സ്, ഈ മണ്ഡലത്തിൻ്റെ വികസനം, നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വം, ഈ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. കൂട്ടത്തിൽ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അതാണ്. അതിപ്പോൾ എതിരാളി ആരായാലും ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോൾ ഇത്ര ദിവസം ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഇപ്പം സഖാക്കൾ നേരത്തെയുള്ള സഖാക്കൾ പലപ്പോഴും നിലപാട് മാറ്റുകയായിരുന്നല്ലോ TP സംഭവത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ ആ മുറിവ് ഉണങ്ങിയെന്നും ആളുകൾ പാർട്ടിയിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടോ ടീച്ചർക്ക്? അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞങ്ങളെല്ലാം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ കോടതിയുടെ മുമ്പാകെയാണ് ആ പ്രശ്നമുള്ളത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കോടതി വിധി എന്തായാലും അംഗീകരിക്കുക എന്നുള്ളതാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആരാണ് അതിലെ ഉത്തരവാദികൾ അതൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അതെല്ലാം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു വിഷയം മാത്രം തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണത്തിനുള്ള ആയുധമാക്കും എന്ന് തോന്നുന്നില്ല ജനങ്ങൾ. കാരണം ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ പല ഭാഗത്തും പല രീതിയിലുണ്ടായിട്ടുണ്ട്. അത് എല്ലാം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നതല്ല. അത്തരം സംഭവം ഉണ്ടായാൽ അതില്ലാതിരിക്കാൻ പരിശ്രമിക്കുക, അതിലെ കുറ്റവാളികളെ ശിക്ഷിക്കുക. വടകര നിയോജക മണ്ഡലത്തിൽ ഞാൻ 2 തവണ ഏകദേശം മിക്കവാറും പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എവിടെയും അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതാത് കാലത്ത് പറ്റിപ്പോയ തെറ്റുകൾ അത് പാർട്ടികൾ ഏറ്റു പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പം അടിയന്തരാവസ്ഥ ഏറ്റവും മോശമായ ഒരു സാഹചര്യമായിരുന്നല്ലോ. അത് അങ്ങനെയൊന്ന് സംഭവിച്ചു പോയതാണ്, അത് കോൺഗ്രസിന് പറ്റിയ വീഴ്ചയാണ് എന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. നേരത്തെ പറ്റിയ തെറ്റുകൾ അത് ഏറ്റുപറയുക എന്നുള്ളത് പാർട്ടിക്കുള്ള സ്വീകാര്യത കൂട്ടിയല്ലേ ചെയ്യും. ആ രൂപത്തിൽ TP വിഷയത്തെ CPM കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറയപ്പോൾ ടീച്ചർ പറഞ്ഞു ദൗർഭാഗ്യകരമായ സംഭവമാണ്. സമാനമായ സംഭവങ്ങൾ പാർട്ടിയിലെ നേതാക്കൾക്കും സംഭവിച്ചിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് വലിയ രൂപത്തിൽ ഒരു മുറിവായ സാഹചര്യത്തിൽ അത് പറ്റിപ്പോയൊരു തെറ്റാണെന്നും ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നും പറയുമ്പോൾ കുറച്ചുകൂടി പാർട്ടിയോട് ആഭിമുഖ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സുള്ളവർക്ക് അത് കുറച്ചുകൂടെ ഒരു സ്വീകാര്യമായ ഒരു മറുപടി ആയിരിക്കും. അല്ല സ്മൃതി, അതെങ്ങനെയാണ് അങ്ങനെ പറയുക? ഇപ്പം പാർട്ടി ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണം കോടതി തന്നെ നിഷേധിച്ചല്ലോ. രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് കോടതി പറയുകയും പ്രതികളിൽ പലരും പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളവരാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ളത് കോടതി പോലും അതല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമ്മളെങ്ങനെയാണ് അങ്ങനെ പറയുക? അതുകൊണ്ട് ആ വിഷയം ആ രീതിയിൽ ചർച്ച ചെയ്യേണ്ട. ആ വിഷയം ഞങ്ങൾ പറഞ്ഞതാണ്. അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ടുള്ള അതേ അഭിപ്രായം തന്നെയാണ്. അതിൽ മറ്റൊരു രീതിയിൽ അതിനെ ട്വിസ്റ്റ് ചെയ്ത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട യാതൊരു കാര്യവും ഈ അവസരത്തിൽ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യവും നമ്മുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിക്കുന്ന കാര്യവുമാണ്. അതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നും പറയാനില്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരേ വിഷയം തന്നെ പറഞ്ഞുകൊണ്ട്. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നവും നാടിൻ്റെ വികസനവും എല്ലാമാണ് എന്നുള്ളത് അതിനോടെ മനസ്സിലായിട്ടുണ്ടല്ലോ.